കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് ചോദിച്ചു ഡോണിന്റെ മുഖത്ത് എന്താ പാട് എന്നുള്ളത്. ഡോണിന്റെ മുഖത്തുള്ളത് ഏതപ്പം കൊടുത്തൊരു കഷ്ടപ്പാടാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതപ്പന്റെ കൈയുടെ നഖം നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് നഖം പിന്നെയും വളരാണ്. അതായത് നമ്മുടെ പണ്ടൊക്കെ ചാണാക്കൂടെ വെക്കാൻ വെച്ച കപ്പത്തൈനാണ് നിങ്ങള്. ആ കപ്പത്തൈ കായ്ക്കണതും അറിയില്ല വളരണതും അറിയില്ല എന്ന് പറയണ പോലെയാണ് ഇവന്മാരെ നഖം വളർന്നു വരുന്നത്. അതേപോലെ തന്നെ എൻ്റെ പുറത്ത് വന്ന പാട് കണ്ടപ്പോൾ കുറെ പേര് ചോദിച്ചു, ചേട്ടാ ഇത് കൊച്ചിന്റെ തലയിലിടണ്ട, ഇത് ചേച്ചി മാന്തിയതല്ലേ എന്ന്. ചേച്ചിയാണ് മാന്തിയതില്ലെങ്കിൽ ചേച്ചിയുടെ കുഴി വെട്ടി പിറ്റേ ദിവസം മാന്തി തരേണ്ട അവസ്ഥ വരും. ചേച്ചിക്ക് അറിയാതെ എനിക്ക് വേറെ എന്തൊക്കെ സംഭവിച്ചാലും ദേഹം നൊന്താൽ ഞാൻ നല്ല പടപടയും. അത് ഭാര്യ ആയാലും കൊള്ളാം, പിള്ളേരായാലും കൊള്ളാം. അപ്പൊ എൻ്റെ പുറത്ത് ഡോണുവിന്റെ നഖം കൊണ്ടത് കാലിലെ നഖമാണ്, കയ്യിലല്ല. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഡോണുവിന്റെ കാലിൽ നഖം കണ്ട നിങ്ങള്. ഇവൻ എന്റെ പുറത്ത് കയറി ആനപ്പുറത്ത് കയറാൻ കളിച്ചതാ. പക്ഷെ ആ നഖം കൊണ്ടാണ് എന്റെ പുറത്ത് അത്രയും വലിയ പാട് വന്നത്. ശരിക്കും നല്ല ആഴത്തിൽ മുറിഞ്ഞായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇവന്റെ കയ്യിലെ നഖം വെട്ടണമെന്ന്. പക്ഷെ ഇവനെ സംബന്ധിച്ച് ഇവനൊരു ചെറിയ അനക്കുണ്ടെങ്കിൽ അപ്പനിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏത്തപ്പന്റെ നഖം വെട്ടിയ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം അത് മിക്കപ്പോഴും ഈ ഡോണിന്റെ മാന്തറ കാണുമ്പോൾ ചില സമയത്ത് ഞാൻ നല്ല പട കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ ഞാൻ വെട്ടി കളയാറുണ്ട്. അപ്പൊ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഡോണുവിന്റെ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഡോണു ഇപ്പൊ ഏതപ്പൻ ചെയ്യണ കണ്ടിട്ട് നല്ല രീതിക്ക് മാന്താനും അതുപോലെ കാലിലും നഖം അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല രീതിക്ക് പണി കിട്ടാറുണ്ട്. ഇപ്പൊ നെഞ്ചത്തേരി കളിക്കുമ്പോഴും പുറത്തേരി കളിക്കുമ്പോഴൊക്കെ. അതുകൊണ്ടാണ് അധികം വെട്ടിക്കളാണ്. ഡോണുവിന്റെ നഖം വെട്ടുമ്പോൾ നമ്മൾ കട്ടിൽ ചെറിയൊരു അനക്കുണ്ടെങ്കിൽ ഒപ്പനിക്കും, പിന്നെ അവൻ ഉറക്കാൻ ഭയങ്കര പാടാ. ഡോണുവിന്റെ നഖം കൊണ്ട് നമുക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ ഏതപ്പന്റെ നഖം കൊണ്ട് ഫുള്ള് ബുദ്ധിമുട്ട് ഡോണുവിനാണ്. ഡോണുവിന്റെ കഴുത്തില്, കണ്ണില്, ചുണ്ടില് ഫുള്ള് ഇവന്റെ നഖത്തിന്റെ പാട് തന്നെയാ. അന്ന് ഇവന്റെ മുഖത്ത് ഒരു കൈ കൊള്ളാനോ കാല് കൊള്ളാനോ അവൻ സമ്മതിക്കോ ഇല്ല. ഇവന്മാരുടെ ഇടയിൽ ജീവിച്ചു വന്നപ്പോഴാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവണത്. നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അറിയാറില്ല. ഇപ്പൊ കൂടെ നിർത്തി കഴിഞ്ഞപ്പോ കുളിക്കാൻ കയറാൻ പേടിയാ. കാരണം കുളിക്കാൻ കയറി കഴിഞ്ഞാല് എവിടേക്കാന്ന് കയറണേന്ന് ഒരു പിടിയില്ല. അതായത് ദൈവത്തിനെ വിളിച്ചിട്ടപ്പോ കുളിക്കാൻ കയറണം, വേറെ വഴിയില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന്റെ ഡോണുവിന്റെ കയ്യിലേക്ക് കലന്നൊക്കെ വെട്ടിപ്പോൻ അറിഞ്ഞില്ല. പക്ഷെ അവൻ എണീറ്റ് വന്നപ്പോ വീണ്ടും പഴയ പോലെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. പക്ഷെ അറ്റാക്ക് ചെയ്യുമ്പോ നഖമില്ലാത്ത കാരണം കൊണ്ട് നമുക്കും കുഴപ്പമില്ല, അവനതൊട്ടും മനസ്സിലായിട്ടില്ല. പക്ഷെ ഏതപ്പന്റെ കാലിലും നഖം അതിങ്ങനെ ഇത്ര പെട്ടെന്ന് വളരണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കത് ഇവിടെ ദുബായിൽ വരുമ്പോ അറിയാലോ, ദിവസങ്ങൾ പട്ടപട്ടയെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവന്റെ കയ്യിലും നഖം ഇന്നലെ വെട്ടിയ പോലെ ഇരിക്കണേ, പക്ഷെ അപ്പോഴും 2 ദിവസം കൂടുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുക സാധനം.